നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമം നടപ്പാക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഹൈന്ദവരെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ വൈദികർ അവർ യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല. ബിഷപ്സ് ഹൗസിൽ പ്രാർത്ഥനായജ്ഞം എന്ന പേരിൽ പ്രതിഷേധ സമരത്തിനെത്തിയ 21 വൈദികർക്കെതിരെയാണ് ബിഷപ്സ് ഹൗസിൻ്റെ ആവശ്യപ്രകാരം ഇന്നലെ പോലീസ് നടപടിയെടുത്തത്. വെളുപ്പങ്കാലം തന്നെ അവരെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിഞ്ഞു പോലീസ്. എറണാകുളം അങ്കമാലി രൂപതയിലെ അൽമായ കൂട്ടായ്മ എന്ന പേരിൽ ഉയർന്ന വിമത ശബ്ദം അത് സഭയ്ക്കാകെ നാണക്കേട് പടർത്തുകയാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ബോസ്കോ പുതൂരിനെതിരെ അതിശക്തമായ ആരോപണങ്ങളുമായി വിമത കൂട്ടായ്മ കളത്തിലിറങ്ങി. മെത്രാൻമാർ സിനഡ് ചേരുന്ന അതേ ദിവസം തന്നെ എറണാകുളം ബിഷപ്സ് ഹൗസിലേക്ക് വിമത വിഭാഗം ഇരച്ചെത്തി. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുതൂർ രാജിവെക്കണമെന്നാണ് വിമത വിഭാഗം ശക്തമായ ആവശ്യമുന്നയിച്ചത്. ബിഷപ്സ് ഹൗസിനുള്ളിൽ പോലീസ് ഇടപെടൽ, ഗേറ്റിന് പുറത്ത് വിശ്വാസികൾ എന്ന പേരിൽ കുറേയേറെ ആളുകൾ തടിച്ചുകൂടി പ്രതിഷേധ സമരം നടത്തുക. ഒടുവിൽ മാർ ബോസ്കോ പുതൂർ രാജിവെച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ രാജി സ്വീകരിച്ചുവെന്നും അതിരൂപത ഭരണ ചുമതല മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ ഏൽപ്പിച്ചതായും തുടർന്ന് ബോസ്കോ പുതൂർ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് മാർ ജോസഫ് പാംപ്ലാനിയെ റാഫേൽ തട്ടിലിന്റെ വികാരിയായി നിയമിച്ചത്. മാർ ജോസഫ് പാംപ്ലാനി പൊതുവെ ഇടവകാംഗങ്ങളെ തന്റെ കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിയോഗമാവട്ടെ എറണാകുളം അങ്കമാലി രൂപതയിലും. അവിടെയുള്ള വിമത വൈദികരും വിമത കൂട്ടായ്മയൊന്നും അത്ര നിസ്സാരക്കാരല്ല. അതിരൂപതയുടെ ഭരണനിർവഹണം നടത്താനുള്ള ചുമതലയും ഇപ്പോൾ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്തയായ പാംപ്ലാനിക്ക് നൽകി. സുനകദോസ് കുർബാന അർപ്പണവും വൈദികരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വിശ്വാസികളും വൈദികരും എറണാകുളം മറൈൻ ഡ്രൈവിലെ ബിഷപ്സ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കുമ്പോഴായിരുന്നു പുതൂരിന്റെ അപ്രതീക്ഷിത രാജി. ബിഷപ്സ് ഹൗസിൽ അതിക്രമിച്ചു കയറിയതിനും ഗേറ്റ് തകർത്തതിനും 21 വൈദികർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ജാമ്യമില്ല വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ബിഷപ്സ് ഹൗസിൽ സത്യാഗ്രഹത്തിനെത്തിയ 21 വൈദികരെ തൂക്കിയെറിയാൻ പോലീസ് എത്തിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധം വലിയ സംഘർഷമായി മാറുന്നതാണ് കേരളം കണ്ടത്. അക്രമത്തിന് നേതൃത്വം നൽകി എന്ന പേരിൽ 6 വൈദികരെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് തന്നെ സഭാ നേതൃത്വം സസ്പെൻഡ് ചെയ്തു. സംഘർഷത്തിനിടയിൽ വിശ്വാസികളും വൈദികരും ബിഷപ്സ് ഹൗസിന്റെ ഗേറ്റും ബാരിക്കേഡുകളുമൊക്കെ തകർത്തു. കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച നടക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പ്രതിഷേധിക്കുന്ന അൽമായ മുന്നേറ്റ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഏകീകൃത കുർബാനയിൽ മാറ്റമില്ല എന്ന് പുതിയ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണ്. വിശ്വാസികൾ അക്കാര്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഇതേ നിലപാട് തന്നെയാണ് മാർ റാഫേൽ തട്ടിലും വ്യക്തമാക്കിയത്. നിലവിൽ പ്രതിഷേധവുമായി രംഗത്തുള്ളവർ പിന്മാറണം, സൗഹൃദ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി രൂപതയെ സിനഡ് കേൾക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകീകൃത കുർബാന സംബന്ധിച്ച് സിനഡ് തീരുമാനിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചാവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോവുക സാധ്യമല്ല. കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് മാർപ്പാപ്പ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് അന്തിമമായിരിക്കും. ഈ തീരുമാനം നടപ്പാക്കുന്നതിൽ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എറണാകുളം അങ്കമാലി രൂപതയിലെ ചില വൈദികരും മറ്റും സിനഡിന് മുന്നിൽ അവതരിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി മുതൽ ഒരു വ്യവസ്ഥയുണ്ടാക്കി. ഏകീകൃത കുർബാന അർപ്പണ രീതി. ഇത് നടപ്പാക്കാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ചയിലെ കുർബാനയിൽ ഒരെണ്ണമെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരെ മറ്റ് നടപടികളുണ്ടാകില്ല. അത് തുടരാൻ തന്നെയാണ് സിനഡിന്റെ തീരുമാനം. മെത്രാൻ സിനഡ് ചേർന്നതിന് തൊട്ടുപിന്നാലെയാണ് മാർ പാംപ്ലാനിയെ ഇത്തരമൊരു നിയോഗം ഏൽപ്പിക്കുന്നതും അദ്ദേഹം ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും. എറണാകുളം അങ്കമാലി രൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും സിനഡ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം കൃത്യതയോടെ താൻ ചെയ്യുമെന്നാണ് മാർ പാംപ്ലാനി വ്യക്തമാക്കുന്നത്. ഭരണതലത്തിൽ മികച്ച കഴിവുകളുള്ള മാർ പാംപ്ലാനിയെപ്പോലൊരു ഇടയൻ എറണാകുളം അങ്കമാലി രൂപതയിലെത്തുമ്പോൾ ഇനി വിമതർ ഏതു തരത്തിലാവും പ്രതിഷേധിക്കുക? എറണാകുളം അങ്കമാലി രൂപതയിലെ വിമതരുടെ ആവശ്യമെന്ത്? എന്താണ് ഏകീകൃത കുർബാന? ഇവരുടെ ആവശ്യം ന്യായമാണോ? സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന എല്ലാ രൂപതകളിലും നടപ്പാക്കാനുള്ള സിനഡ് തീരുമാനം എറണാകുളം അങ്കമാലി രൂപത ഒഴിച്ച് ബാക്കി 34 രൂപതകളും നടപ്പാക്കി.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുർബാന അർപ്പണ രീതിക്ക് വ്യത്യസ്ത ശൈലികളുണ്ട് എന്നതാണ് ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരുടെ മുഖ്യവാദം. കാലങ്ങളായി തങ്ങൾ തുടരുന്ന ജനാഭിമുഖ കുർബാനയിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ല എന്നവർ വാദിക്കുന്നു. ഒരുതരം വരട്ട് തത്വശാസ്ത്രം പറഞ്ഞ് സഭയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ വിമതർ തലപൊക്കി. അവരുടെ വാശി അത് അംഗീകരിച്ചു കൊടുക്കാൻ ഔദ്യോഗിക വിഭാഗം തയ്യാറായില്ല. ഇതോടെ ചേരിതിരിഞ്ഞ് പോർവിളിയും സംഘർഷങ്ങളുമായി. ഏകീകൃത കുർബാനയെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലാണ് കുർബാന അർപ്പണം. വടക്കൻ രൂപതകളിൽ കുർബാന ആരംഭിക്കുന്നത് അതത് ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചതിനു ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്നാൽ ചങ്ങനാശ്ശേരി മേഖലയിൽ യാതൊരുവിധ അറിയിപ്പുകളും കൂടാതെ അന്നാ പെസഹ തിരുനാളിൽ എന്ന് പാടിക്കൊണ്ട് കുർബാന തുടങ്ങുന്നു. ഉത്ഥാനഗീതവും ത്രൈശുദ്ധ കീർത്തനവും 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ആദ്യ ഭാഗം പുരോഹിതൻ ജനാഭിമുഖമായി നിൽക്കുന്നുവെന്ന ഒറ്റ കാര്യം കൊണ്ട് കുർബാന ഏകീകൃതമായി എന്ന് പറയാനാകുമോ എന്നാണ് വിമതരുടെ ചോദ്യം. പെസഹ ദിനത്തിൽ സെഹിയോൻ ഊട്ടുശാലയിലും എമ്മാവൂസിലെ സത്രത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയും നടത്തിയ വിശുദ്ധ ബലി അർപ്പണത്തിന്റെ മാധുര്യം ആദ്യാവസാനം ജനാഭിമുഖമായി നടത്തുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ വിമത കൂട്ടായ്മയുടെ മുഖ്യവാദം. വത്തിക്കാൻ കൗൺസിലിന് ശേഷം വിശുദ്ധ കുർബാനയെക്കുറിച്ചുണ്ടായ പുതിയ കാഴ്ചപ്പാടുകളിൽ ഒന്നായിരുന്നുവത്രേ ഈ മാറ്റം. വിജാതിയർ ബഹുദൈവങ്ങൾക്ക് ബലിയർപ്പിക്കും വിധം നമ്മുടെ ദേവാലയങ്ങളിലും ഒന്നിലേറെ ബലിപീഠങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു ദേവാലയത്തിൽ ഒരു ബലിപീഠം മാത്രം മതി എന്ന തീരുമാനം വത്തിക്കാൻ കൗൺസിലാണ് മുൻപെടുത്തത്. പിന്നീട് കാലാന്തരത്തിൽ പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നും കൂടാതെ ജനാഭിമുഖ കുർബാന ഒരു സാധാരണ ശൈലിയായി. സ്വർഗാരോഹണത്തിന് മുൻപ് നിങ്ങൾ ലോകമെങ്കും പോയി സുവിശേഷമറിയിക്കാൻ ക്രിസ്തുനാഥൻ അറിയിച്ചു. ഈ സുവിശേഷ പ്രചരണം സുറിയാനി ഭാഷയിലായിരിക്കണമെന്ന് ഒരിടത്തും നിഷ്കർഷിച്ചിട്ടില്ല. ഇത് ക്രിസ്തു ആവശ്യപ്പെട്ടതുമല്ല. വിശുദ്ധ തോമാസ് ലീഗ കൊടുങ്ങല്ലൂരിൽ വന്ന് സുവിശേഷം അറിയിച്ചു എന്നാണ് പാരമ്പര്യം. അക്കാലത്ത് ജനം ഇവിടെ സംസാരിച്ചിരുന്ന ചെന്തമിഴിലോ പിൽക്കാലത്ത് പ്രശസ്തമായ സംസ്കൃതത്തിലോ നമ്മുടെ ആരാധനാ ഭാഷ നടപ്പാക്കിയിരുന്നു എങ്കിൽ ഒരു ക്രൈസ്തവ സംസ്കാരം തന്നെ ഇവിടെ വളരുമായിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ വന്ന കൽദായർ അവരുടെ സ്വന്തം സുറിയാനി ഭാഷയിൽ ആരാധന നടത്താൻ നിർബന്ധിച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾ അർത്ഥമറിയാത്ത സുറിയാനി ഉരുവിട്ടുകൊണ്ട് നമ്മുടെ പൂർവികർ ആരാധന നടത്തി. പിന്നീട് പ്രാദേശിക ഭാഷയിലുള്ള ആരാധനയും ജനാഭിമുഖ കുർബാനയും സമീപകാലത്ത് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എന്ന് വിമത കൂട്ടായ്മ വാദിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഹീബ്രുവിലും ഗ്രീക്ക് ഭാഷയിലുമാണല്ലോ ആദ്യം എഴുതപ്പെട്ടത്. പിന്നീട് സുറിയാനിയിലും ലത്തീനിലും പരിഭാഷപ്പെട്ടു. എന്നാൽ മറ്റു ഭാഷകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം തർജ്ജമ ചെയ്യണം എന്ന ചിന്ത വലിയ അപരാധമായി സഭ കണ്ടിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. വില്യം ട്വിൻഡൽ അഗ്നിയിൽ ചുട്ടരിക്കപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ കത്തോലിക്കർ വായിക്കരുത് എന്ന് സഭ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ സുറിയാനി ലത്തീൻ ഭാഷകളിൽ മാത്രം ബൈബിൾ മതിയെന്ന് പറയാൻ പാരമ്പര്യവാദികൾ ഇന്ന് തയ്യാറാകുമോ? ക്രിസ്ത്യൻ സ്ത്രീകൾ ഇന്ന് ചട്ടയും മുണ്ടും ധരിച്ചാൽ മതി എന്നും പുരുഷന്മാർ ഒറ്റമുണ്ടും തോർത്തും ധരിച്ച് പള്ളിയിൽ പോകണമെന്നും വാദിക്കാൻ പാരമ്പര്യവാദികൾ ഒരുമ്പെടുമോ? റീത്ത് വ്യത്യാസങ്ങളില്ലാതെ ക്രിസ്ത്യൻ സഭയെ സ്വപ്നം കാണാൻ ഒരിത്തിരി സ്വാതന്ത്ര്യം അത് ഈ സഭ അനുവദിച്ചു തരുമോ എന്നതാണ് വിമത കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ചോദ്യം. ജനാഭിമുഖ കുർബാന തുടരുന്ന ലത്തീൻ സഭയെ ഇവർ ചില കാര്യങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളെ അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കുന്ന രീതിയാണ് ജനാഭിമുഖ കുർബാന. അൾത്താരയെ അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കുന്ന രീതി പണ്ടുമുതലേ നിലനിൽക്കുന്നു. കുർബാന നടത്തുന്ന രീതിയെക്കുറിച്ച് തർക്കങ്ങൾ ഉടലെടുത്തപ്പോൾ സിനഡ് ഒരു ഒത്തുതീർപ്പ് സൂത്രവാക്യം നിർദ്ദേശിച്ചു. അതാണ് പകുതി അൾത്താരയ്ക്ക് അഭിമുഖമായും മറ്റേത് ആളുകൾക്ക് അഭിമുഖമായും. എന്നാൽ എറണാകുളം അങ്കമാലി രൂപതയിലെ ഭൂരിപക്ഷം പള്ളികളിലും ജനങ്ങൾക്ക് അഭിമുഖമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയുള്ളൂ എന്ന് വിമത ശബ്ദമുയർന്നതോടെ എറണാകുളം അങ്കമാലി രൂപതയിൽ വലിയ സംഘർഷത്തിന് ഇത് കാരണമായി. സഭയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള ഒരു ഉപാധിയായി പുരോഹിതന്മാർ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു മാസ് ഫോർമാറ്റ് പിന്തുടരുന്ന ചരിത്രമുണ്ട് സഭയ്ക്ക് എന്ന വാദമാണ് വിമത കൂട്ടായ്മ ഇതിന്റെ പേരിൽ ഉയർത്തിയത്. എറണാകുളം അങ്കമാലി സീറോ മലബാർ അതിരൂപതയിലെ പൊന്തിഫിക്കൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വൈദികരെയും വിശ്വാസികളെയും സഭാപ്രതിനിധികളെയും ബിഷപ്പുമാരെയും നേരിൽ കണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒടുവിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾക്കനുസരണമായി സിനഡ് നിർദ്ദേശിച്ച ഒരു മാസ് ഫോർമാറ്റ് രൂപത പാലിക്കണമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് സിനഡ് കുർബാന എന്ന പേരിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് സഭ തീരുമാനിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു തീരുമാനം അംഗീകരിക്കാതിരുന്ന ചില വൈദികരും അവർക്ക് കൂട്ടുനിന്ന വിശ്വാസികൾ എന്ന പേരിലുള്ള ഒരു ചെറു സമൂഹവും വിമത കൂട്ടായ്മയായി വളർന്നു.
സഭയുടെ പൊതുനിർദ്ദേശം അംഗീകരിക്കാൻ കഴിയാത്തവർ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ എന്ന തീരുമാനമാണ് ഔദ്യോഗിക എറണാകുളം അങ്കമാലി രൂപത കൈക്കൊണ്ടത്. ഇതിനെ തുടർന്നുണ്ടായ നാണംകെട്ട വാഗ്വാദങ്ങൾ, സംഘർഷങ്ങൾ, അത് സീറോ മലബാർ സഭയെ ഇപ്പോൾ ചവിട്ടിത്താഴ്ത്തിയത് പാതാളത്തോളമാണ്. ഒരു കുർബാന എങ്ങനെ അർപ്പിക്കണമെന്നതിൻ്റെ പേരിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പോർവിളിക്കുന്നു. വൈദികർ ലോക ചുരുട്ടിക്കയറ്റി ആളുകൾക്ക് നേരെ ഗുണ്ടാ പ്രകടനങ്ങൾ കാട്ടുന്നു. വല്ലാത്ത കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.